കൊത്തു പൊറോട്ടയാണ് കേട്ടോ അത്. സലാഡും ഉണ്ട് കൂടെ. നമ്മുടെ ഡെലൂലുവിൻ്റെ ടീഷർട്ടുകൾ പോലെ അല്ലേ ആണല്ലേ ആ സാധനം. എൻ്റെ ബാഗുകളൊക്കെ. നമസ്കാരം, സ്വപ്നാസ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇവിടെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്കായാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിഖ് ടെമ്പിൾ വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ സിഖ് ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സുകളൊക്കെ എപ്പോഴും പണ്ട് പറയുമായിരുന്നു, ഇതൊരു ഗാർലിക് ടോപ്പായിട്ടുള്ള ടെമ്പിൾ അല്ലേ എന്ന് ചോദിക്കും. ശരി, അന്ന് സൂക്ഷിച്ച് നോക്കി നോക്കിയാൽ മേലത്തെ ടോമ്പ് കാണുമ്പോൾ ഒത്തിരി ഗാർലിക് ടോപ്പ് മാതിരി ഉണ്ടാവില്ലേ, അതാണ് അവർ ഉദ്ദേശിക്കണത്. വളരെ കുഞ്ഞിലേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എവിടെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിറ്റി മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് വളരെ എല്ലാ വീക്കിലും, അതായത് സൺഡേസിൽ ഓപ്പൺ ആവുന്ന ഒരു കമ്മ്യൂണിറ്റി മാർക്കറ്റാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാനിങ് വെയിലുള്ള കമ്മ്യൂണിറ്റി മാർക്കറ്റിലേക്ക് കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനൊക്കെ പണ്ട് പണി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അത് വന്നിരിക്കുന്നു. അപ്പോൾ അതാ കണ്ടോളൂ. ഇപ്പോൾ അത് പ്രവർത്തനം ആരംഭിച്ചു. വളരെ സവിശേഷമായ ഒരു സ്ഥലം, അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. ഇതിൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ പറയുന്ന സ്ഥലം. നമ്മൾ ഈ പറയുന്ന കാനിങ് വെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കാണുന്ന കുറച്ച് ബിൽഡിങ്സുകൾ കണ്ടോ, കാനിങ് വെയിൽ കമ്മ്യൂണിറ്റി മാർക്കറ്റ് കേട്ടോ, അതാണ് കേട്ടോ. അപ്പോൾ അത് കാനിങ് വെയിൽ സാധാരണ ഒരു കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സാറ്റർഡേയിലും അവിടെ മാർക്കറ്റ് ഉണ്ട്, സൺഡേയിലും ഉച്ചവരെ ഉണ്ട്. അപ്പോൾ സാറ്റർഡേയിൽ വന്നിട്ടും ഇതേപോലെ ഉച്ചവരെ തന്നെയാണ്. ഫിഷ് മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും ഒക്കെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതൊരു നല്ലൊരു സെൻറ്ററാണ്, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന പോലത്തെ ഒരു സെൻറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു $4 വിചാരിക്കുന്നത്. അപ്പോൾ മാറ്റുമോയെന്ന് അറിയില്ല. കുറേ കാലമായി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട്. എനിക്ക് തോന്നുന്നു കുറേ കാലം മുന്നേ വന്നത്. അവിടെയാണ് കൗണ്ടർ. അപ്പോൾ നമ്മളവിടെ പൈസ കൊടുത്ത് പേ ചെയ്തിട്ടാണ് ഉള്ളിൽ കയറണം കേട്ടോ. $250 ആക്കിയെന്ന് കേട്ടോ പറയണത്. $2 ആയിരുന്നു. ഇപ്പോൾ $250 ആക്കിൻ്റെ എൻ്റെ ഉള്ളിലേക്ക് ഉണ്ടോ. അതാണ് കേട്ടോ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. ചക്കമരമാണ്, ചക്കമരം കണ്ടോ. ചിലപ്പോൾ ചക്കിൻ്റെ അറിയില്ല, വലിയൊരു മരമായിട്ടാണ് കാണുന്നത്. ചെറിയതിൽ പേരക്കായ ഉണ്ടായിരുന്നു. പേരക്കായും കേട്ടോ, പേരമരം. എത്ര വില എന്നറിയില്ല. ഇതും ചക്കമരമാണ്. ഇത് നമ്മുടെ നാട്ടിലെ പ്ലാവില മാതിരിയില്ലാന്നാണ് കുമാർ ചേട്ടൻ പറയണത്. നിങ്ങൾക്ക് എന്തൊരു തോന്നുന്നു? പ്ലാവാന്നാണ് പറയണത്. വില എത്രയാന്ന് പറഞ്ഞില്ല. അത് ചക്കയുടെ എത്ര how much? 110. How long for fruiting? 1 year. This is how many years now? The one 2.5 years old. 2.5 years old. Oh really? Yeah. Come on, last price. That's it. Last one. Spot for this year. Only $10. ചേമ്പ്. ഹായ്. പൊമഗ്രാനറ്റ് നോക്കിയേ, 5 ഉള്ളതിന് പൊമഗ്രാനറ്റിന്. Only $10. കറിവേപ്പൊക്കെ വിൽക്കാൻ വെച്ചേക്കണുണ്ടപ്പോൾ. ഇതേപോലെ കുട്ടി തയ്യാട്ടാ ഞാൻ മേടിച്ച് കൊടുക്കുന്നു. പണ്ട് ഒരു 10-20 വർഷത്തിന് മുന്നിൽ, 10 വർഷത്തിനല്ലേ വെച്ചത്. അപ്പം അങ്ങനെയായി. ഇതാ പൊരിയ കായൊക്കെ വിൽക്കാൻ വെച്ചേക്കണൊക്കെ വില ആവും. എനിക്കിഷ്ടമുള്ള കളറ്, ഇഷ്ടമുള്ള പൂവ്, ഇഷ്ടമുള്ള കളറല്ല ഇതുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഇതൊക്കെ ഇവിടെ സീസണാണ്. എല്ലാം പോവും സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഹണി നല്ല ഹണികളുണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ. ഉണ്ടാവും നല്ല അടിപൊളി വെജിറ്റബിൾസ്. അപ്പോൾ വീട്ടിലുണ്ടായതായിരിക്കും. ഫ്രഷ് ആയിരിക്കും. ഇതൊക്കെ ഫ്രഷ് ഐറ്റംസാണ് കേട്ടോ. റാഡിഷ് നല്ല വിലയും ഉണ്ടാവും. ഫ്രഷായ കാരണം കൊണ്ട് തന്നെ
അത്യാവശ്യം നല്ല വില പറയും. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടായതായിരിക്കേ. എനിക്കിഷ്ടമായിട്ടോ അങ്ങനത്തെ ഓർഗാനിക് സാധനങ്ങളൊക്കെ. മുളകൊക്കെ ഉണ്ടാ, ഇതൊക്കെ ഫ്രഷ് സാധനങ്ങൾ. നമ്മൾ കടയിൽ പോകുമ്പോൾ ഇത്രയും ഫ്രഷ് ആയിട്ടില്ല. അതെ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. നോക്കി, എല്ലാം ഇവിടെ കിട്ടും. ഇതുണ്ട്, ഇത് എന്താ പറയുക, ബനാന ഫ്ലവർ അല്ലേ, ആ സാധനങ്ങൾ എല്ലാ അത്യാവശ്യം നല്ല അടിപൊളി സാധനങ്ങളായിരിക്കും. പഴുത്തില്ല, 6 ഇട്ടേക്കണം. നല്ലതാന്ന് തോന്നുന്നു അല്ലേ? എടുക്കണ്ട 6 1 കിലോ. നല്ല ചനച്ച മാങ്ങിയെന്ന് തോന്നുന്നത് അല്ലേ? അച്ചാറുണ്ട് വീട്ടില്, മീൻകറിയിലൊക്കെ ഇടാം. എടുത്താലോ 1/2 കിലോ അല്ലേ? ഈ മുളകൊക്കെ ഇരിക്കണമെങ്കിൽ ഗമ്മീര മുളക്. ഫ്ലവർ ബ്ലോസം ഞാൻ കാണിക്കാൻ വന്നത് നല്ല രസമാണ്. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാട്ടോ നിങ്ങൾക്ക് കാണിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓരോ അല്ലിയായിട്ട് ഇതില്ലേ ഓവനിൽ വെച്ച് എന്തെങ്കിലും മുളകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീസണിങ് ഒക്കെ ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, കടിച്ച് പിടിച്ച് തിന്നണ പോലെ നല്ലൊരു ക്രിസ്പി ഫ്രൈ ആയിട്ട് കിട്ടും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളിഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, കോളിഫ്ലവർ ബ്ലോസം പോലെയാണ് ഇരിക്കുന്നത്. അത് ഫസ്റ്റ് ചില സ്റ്റേജിൽ അങ്ങനെ വരും. ഇതാണ് തായ് എഗ് പ്ലാന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം, നല്ല ടേസ്റ്റായി. ഗ്രീൻ ഇതിൻ്റെ വിത്താണ് ഞാൻ നോക്കി നടക്കുന്നത്. ഇതൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പോൾ കിലോന് 9 ഇട്ടിരിക്കുന്നത്. 3-4 എടുത്താലും ഇതില്ല, അതിലും നോക്കാം വില എത്രയാവും നോക്കാം. പിന്നെ മല്ലിയിലല്ല, ഇത് കിലോനാണ് കേട്ടോ പറയണം. നല്ല മല്ലിയിലല്ല കേട്ടോ. ഓക്കെ, ഉണ്ടോ കിലോനാണ് കേട്ടോ, $10 വരെ. നല്ല മല്ലിയിലല്ലേ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത്രയും പോകുന്നൊരു ചെടി കൊണ്ടുവച്ചിട്ടാണ് ആ ഫ്രൂട്ട് ഉണ്ടായത്. ഇതിനിപ്പോൾ $20 എഴുതി തെറ്റില്ല അതിൻ്റെ വില കാണുമ്പോൾ അല്ലേ? ഞാൻ നല്ല വില കൊടുത്തത് വാങ്ങിച്ചത്. മാവൊക്കെ ഉണ്ട്, കുറേ മാവുണ്ട്. ഇത് വർഷങ്ങളായിട്ടുള്ള കടകൾ തന്നെയാണ് അതൊക്കെ കേട്ടോ. ഇത് സ്ഥിരമാണ് ഇവിടെ. എന്താണെന്നറിയാം, നല്ല ട്രീ ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് $85 ഇട്ട് വെച്ചിരിക്കുന്നു. 120 തോന്നുന്നുണ്ട്. അമലാണ് എഴുതിച്ചിരിക്കുന്നത്. ഇത് വലിയ കുഴപ്പമില്ല അല്ലേ? ഇത് പച്ചയാണോ എന്തോ ഇത് ഉണ്ടാ. ഇത് കണ്ടോ ഉമാസേട്ടാ, ഇത് പച്ചയാന്ന് തോന്നുന്നു അല്ലേ? ആ വഴുതന പച്ചയല്ലേ? അതെ, പച്ചയാണ്. അവരിത് ഇപ്പം 15 ഇട്ടേക്കണം. ഇത് 10. ഈ വഴുതണെങ്കിൽ എനിക്ക് 10 കായ വരെ ഉണ്ടായിട്ടുണ്ട്. നോക്കി ചെറിന് പോവും. ഇത് പൂണ്ടായിട്ടുണ്ട്. സ്ലൈറ്റ് മാച്ചിരുന്നത് കൊണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതാണ് സ്ലൈറ്റ് മാച്ചിരുന്നത്. ഇത് കണ്ടോ, ഇത് ഉണ്ടായിണ്ടെന്ന് തോന്നുന്നു. തൊട്ടാവാടിയല്ലേ? അതങ്ങനെ തൊട്ടാ പൂവില്ല, പൂവുണ്ടാവണം. തൊട്ടാവാടി അതല്ലേ ഇത്? അല്ലേ ഇരിക്കുന്ന അമ്മാമ കണ്ടേ, അമ്മാമേരെന്നാ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുള്ളത്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് എനിക്കുണ്ടായതെന്ന് തോന്നുന്നു. അതേപോലെ വേറൊരു ചെടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്. ഇത് നല്ല രസമുണ്ടല്ലോ അത് കാണാനായിട്ട്. ഈ ബാഗ് നല്ല ഭംഗിയാണ്. സക്കുലൻസിലാ അതിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. ഒരുപാടുണ്ട്. രസമല്ലേ കാണാൻ? എങ്ങനെ ഒരുക്കി പൂച്ച. ഹായ്, സോ ബ്യൂട്ടിഫുൾ. സോ നൈസ്. വെരി ബ്യൂട്ടിഫുള്ളാ. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരുക്കാല്ലേ വീട്ടിൽ. എൻ്റെ അനിയത്തിയൊക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ, എൻ്റെ വർക്ക്സൊക്കെ ചെയ്യും. നല്ല ഭംഗിയായി കാണാൻ. ഐ ലൈക്ക് ഇറ്റ്. അപ്പം അതൊന്നും കാണുന്നില്ല അല്ലേ? ബാഗ് കടകളൊക്കെ ഇതിലല്ലോ കേട്ടോ സാറ്റർഡേ മാർക്കറ്റ് ഉണ്ടാവാറുള്ളത്. അല്ല, സാറ്റർഡേ അല്ലല്ലോ, സാറ്റർഡേ മോർണിംഗിൽ വെജിറ്റബിൾസ് വിൽക്കുന്നത് അപ്പുറത്തെ ആ സെക്ഷനിലാണ്. പിന്നെ മീറ്റൊക്കെ വിൽക്കുന്നത് ഈ കാണുന്ന അപ്പുറത്തെ ആ ബിൽഡിങ്ങിലാണ് കേട്ടോ. ഫിഷ്, മീറ്റ് അതൊക്കെ ഉണ്ടാകുന്നത് ആ ബിൽഡിങ്ങിലാണ്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. സൊവിനിയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പഴയ കോയിനുകൾ
അവർക്ക് ഇങ്ങനെ കളക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കാണ് കേട്ടോ. ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇങ്ങനത്തെ ബാഗുകളൊക്കെ കിട്ടും. പിന്നെ എനിക്ക് എവിടെ പോയാലും ഇങ്ങനെ ഈ ചെറിയ പോലത്തെ ബാഗുകളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. നല്ല ഭംഗിയുള്ള ബാഗുകളല്ലേ. ഇതൊരു ബ്ലാക്ക് ചെറി ആയിട്ടുള്ളത്. എത്ര വില പറയുന്നറിയില്ല. വിലയൊക്കെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ അവരോട് ചോദിക്കേണ്ടി വരും. നല്ല ബാഗല്ലേ, നല്ല രസമുണ്ടല്ലോ കാണാൻ ബാഗുകൾ. പിന്നെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ കണ്ടോ, ടോപ്പ് ഈ തന്നെ അതിൻ്റെയൊക്കെ ഗുച്ചി ഇതൊക്കെ വില, ടീഷർട്ട്സിൻ്റെ വിലയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടൻ്റെയും ക്രിസ്ത്യൻ ഡിയോറിൻ്റെയും ഒക്കെ ബാഗുകളുണ്ട് കേട്ടോ അവിടെ. എന്താ ക്രിസ്ത്യൻ ഡിയോർ ഇങ്ങനത്തെ ബാഗുകളൊക്കെയാണ് ഇതൊക്കെ. സ്മാർട്ട് വാച്ച്. വിവിധ തരത്തിലുള്ള ഫുഡുകളൊക്കെ കിട്ടും. ഫുഡുകളൊക്കെ ഉണ്ട്. ട്രേഡിങ് കാർഡ്സ് ഉണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് തന്നെ പണി. ഇപ്പോൾ ഒരു ഭയങ്കര ഗമയായി കടയൊക്കെ. ട്രേഡിങ് കാർഡ്സിൻ്റെ ഞാൻ ഈ ഡ്രസ്സൊന്നും നോക്കണം കേട്ടോ. എനിക്കിഷ്ടമായിട്ട് ഇങ്ങനത്തെ നല്ല കോട്ടൺ ഉടുപ്പുകളൊക്കെ നല്ല ഇഷ്ടമായിടാനായിട്ട്. വിലയൊക്കെ ചോദിക്കട്ടെ കേട്ടോ, ഭംഗിയുണ്ടോയെന്ന് നോക്കട്ടെ. നല്ല ഭംഗി. എനിക്ക് ഈ റെഡ് ഈ കളർ എനിക്ക് കയറി പോവും ഒന്നും എനിക്കറിയില്ല. പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫ്രീ സൈസാണ് തോന്നുന്നത്. എനിക്ക് ആർക്കും ഇടാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു കറുപ്പും ഉണ്ട് കണ്ടോ. ഭംഗിയില്ലേ ഇത് കാണാൻ. പക്ഷെ കഴുത്ത് ഭയങ്കര കുറവാണെന്ന് തോന്നണത്. കഴുത്തിങ്ങനെ കുഞ്ഞി കിടക്കുമോ ഇങ്ങനെയാണോ അല്ലേ. നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു ഏരിയ എത്തുമ്പോൾ. പെർഫ്യൂംസ് ഒക്കെ വെച്ചാൽ കാണാനുണ്ട്. ഈ ഇതറിയാലോ, പേരെടുത്ത് പറയണില്ല. നല്ലൊരു സാധനങ്ങളല്ല. സാധനങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ ടാപ്പ് അങ്ങനെ സാധനം വരുമ്പോൾ അവിടെ നിൽക്കും. പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ പെർഫ്യൂം, ഡ്രസ്സ്, നിങ്ങൾ രണ്ടുപേരുള്ള വ്യത്യാസമാണ് കേട്ടോ അത്. ഇവിടെ കോളിഫ്ലവറിന് ഇപ്പോൾ 250 ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പറ്റില്ല എന്ന് തോന്നൂല്ലേ. ഇതാ ഇതോടെ എടുക്കും കോളിഫ്ലവർ. വലുത് വേണ്ട നമുക്ക്. ഇത് നല്ല ഗുണമുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷം ഇപ്പം ഞാനിത് കുറേശ്ശെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല, മധുരം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ഈ ട്രേയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്ര വലുത് എടുക്കാന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര മൂത്ത് നല്ല മുരടിച്ചവരൊക്കെ. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള എടുക്കാം. എനിക്ക് കാണുമ്പോൾ അതെ ഒരു നീരില്ലാത്ത പോലെ അതിൽ അല്ലേ തോന്നണില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ടായിരിക്കും ഈ വില കുറവ്. ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. എനിക്കിഷ്ടം ഇങ്ങനെ മാർക്കറ്റിൽ പോകണ സഞ്ചിയുടെ ഒരു രൂപക്കാണ്. ഓക്കെ വാ, നിങ്ങൾക്കൊരു ടീഷർട്ട് കാണിച്ചു തരാം. എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ടീഷർട്ടാണേ. കുറച്ച് വലുതാക്കി കാണിച്ചു തരാം. ഈ ടീഷർട്ടുകൾ കണ്ടാൽ എനിക്കിഷ്ടം. ഇങ്ങനത്തെ കളർഫുൾ നമ്മുടെ ഡെലൂലുവിൻ്റെ ടീഷർട്ടുകൾ പോലെ അല്ലേ. ഡെലൂലു ടീഷർട്ട് വരെ ഇവിടെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. ാണ് കുറച്ച് ഭംഗിയുള്ള ടീഷർട്ടാണ്. പക്ഷേ മെറ്റീരിയൽ ഇത്തിരി ഹോട്ടാന്ന് തോന്നുന്നു. വിൻ്ററിനൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ സമ്മറിന് പറ്റില്ല. ഇത് നോക്കി ഇത് പൊളിച്ചൂല. അതിൽ ട്രൗസർ അടക്കമുണ്ട് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ ട്രൗസർ അടക്കമുണ്ട്. ദേ എനിക്കിത് ഇഷ്ടമായി. ട്രൗസറല്ല, സോറി, പാൻ്റാണ് കേട്ടോ. എത്ര വില വേണോ? വില ഇവിടെ എഴുതിയിട്ടില്ല, അവരോട് ചോദിക്കേണ്ടി വരും വില. ഇതിൽ പാൻ്റ് അടക്കമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ മെറ്റീരിയൽ. നല്ല സ്റ്റൈലുണ്ടാവുമല്ലോ ഇട്ട് നടക്കാൻ. സുഖം ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല. ടോയ്സ് മേക്കിംഗ് ആണ്. പഴയ നോട്ടുകൾ കാണുന്നില്ല. ഒരു പഴയ കാലത്തെ നോട്ടുകൾ. പൊതുവേ ഇത്തിരി തിരക്ക് കുറഞ്ഞ ദിവസങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ തിരക്കുന്നില്ല. ഞാൻ തണവൊക്കെ ആവും എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ജീൻസൊക്കെ കുത്തി കയറ്റി വന്നു. അത്യാവശ്യം ചൂടായി. കാരണം ക്ലൈമറ്റ് ഇവിടെ പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ തണവായിരിക്കും, ചിലപ്പോഴൊക്കെ ചൂടായിരിക്കും. ഇവിടെയാണ് കേട്ടോ പണ്ട് ഞാൻ ഫിഷൊക്കെ വാങ്ങിക്കാൻ വന്നിരുന്ന കട. അതൊക്കെ ഇപ്പോൾ വേറെ മോഡലേ ആയി. എന്ത് മോഡലായി എന്ന് വെച്ചാൽ തരുന്ന പറയുള്ളത്. അതൊക്കെയാണ് ഫിഷ് കടയായിരുന്നു. ഇപ്പോൾ അതൊരു ഓറിയൻ്റൽ സൂപ്പർ മാർക്കറ്റായി.
ചിക്കനൊക്കെ വാങ്ങിക്കാൻ വന്നിരുന്ന ഏരിയകളാണ് ഇതൊക്കെ കേട്ടോ. ചിക്കൻ്റെ കടകളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ല, ഇവിടെയൊക്കെ ഭയങ്കര വിരളാണ്. ആ കൂടി ആ സാറ്റർഡേ മാർക്കറ്റിൽ മാത്രം ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ പെറുക്കി പോകാമെന്നല്ലാതെ. ഇതൊക്കെ ഫുഡ് മാർട്ട്, ഇതൊക്കെ ഒരു വെജിറ്റബിൾ ഷോപ്പായിരുന്നു. ഇവിടെ നിന്ന് സ്ഥിരം വെജിറ്റബിൾ വാങ്ങിയിരുന്നു. പിന്നെ ഒരു ഉടക്കാലം വെച്ച് ഞാനത് വേണ്ടാന്ന് തന്നെ വെച്ചു, ഇല്ലാണ്ടാക്കി. പിന്നെ ചിക്കൻ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ട്, പക്ഷെ വ്യത്യാസമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏരിയയൊക്കെ അടച്ചു തോന്നുന്നു. പോയി നോക്കിയിട്ട് വരാം നമുക്ക്. ആ ചിക്കൻ കടകളൊക്കെ ഇപ്പോഴും ഉണ്ടോ നോക്കിയിട്ട് വരാം. അതൊക്കെ ഉണ്ടോ, സെയിലൊക്കെ ഭയങ്കര മോശം. അതാ കാണുന്നതാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുറവൊന്നുമില്ല അതിൽ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഉച്ചയാകുമ്പോഴേക്കും അടയ്ക്കുന്നു തോന്നുന്നു. ഇതൊക്കെ എത്ര മണി വരെ ഉണ്ടെന്ന് അറിയില്ല ഇപ്പോൾ. കാരണം മോസ്റ്റ് ഓഫ് ദം എല്ലാവരൊക്കെ ഏളിക്ക് അവസാനിപ്പിക്കുന്ന ടീമുകളാണ് ഇവിടുത്തെ മാർക്കറ്റ് സിറ്റീസ് എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ പണ്ട് വന്നിങ്ങനെ മീറ്റുകളുടെ ഓരോ കാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് വൃത്തികേടായി, എന്തൊരു ഉറപ്പായിരുന്നു എന്നറിയാം. പക്ഷെ ഇപ്പോൾ അത് കണ്ടതൊക്കെ മാറി. ഇവരെന്തൊക്കെ കഴിക്കുന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറ്. ടങ്ക് ഇവരാണോ എന്നറിയില്ല, അത് ഇതൊക്കെ കഴിക്കും, എന്തൊക്കെയോ കഴിക്കും. നമ്മളൊക്കെ കാണാത്തതായിട്ടുള്ള, ജീവിതത്തിൽ കാണാത്തതായിട്ടുള്ള സാധനങ്ങളെല്ലാം കഴിക്കും. ഇവരാണോ കഴിക്കുന്നത്, വേറെ ആൾക്കാരാണോ കഴിക്കുന്നത് എനിക്കറിയില്ല. കുറേ സാധനങ്ങളുണ്ടാവും, എന്തോ മരവും ചെവി അതൊക്കെ വെച്ചിട്ടുണ്ടാവും. ആർക്കാണോ എന്തോ. ശരി, നമ്മളങ്ങനെ ഒരു ഭക്ഷണം അതിനെന്ന് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിക്കണതിന് അവരങ്ങനെ കളിയാക്കൂല. അപ്പോൾ നമ്മളങ്ങനെ കഴിക്കാൻ പാടില്ല. ഓരോരുത്തരുടെ പ്രിഫറൻസാണ് ഫുഡെന്ന് പറയണത്. നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞിട്ട് പറ്റിയ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മളിനി വേറെ സ്ഥലത്തും കൂടി ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ല എന്നെയല്ല, സോറി, വീഡിയോ. നമ്മളെവിടേക്കാണ് പോകണമെന്നറിയോ? ഇതൊരു മാൾ പോലൊരു സ്ഥലമാണ്, ഒരു ഫുഡ് കോർട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കടയുണ്ട്, ചായക്കടയാണ്, എന്താ പേര്, അങ്ങനെ ഒരു കടയാണ് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും പണ്ട് വന്നിട്ടിട്ടെന്നാണ് ഒരു ഓർമ്മ. ഒന്നുകൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം അതെങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കാനിങ്വെൽ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്ഥലം. കാനിങ്വെൽ ഫുഡ് കോർട്ട് ഇതാണ് കേട്ടോ ഈ കടയുടെ പേര്. ഇവിടെ സീ ഫുഡ് ആൻഡ് ഗ്രോസറൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേലേക്ക് കയറി പോകണം കേട്ടോ ആ കടയിലേക്ക്. പണ്ടങ്ങാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു സമയത്ത് ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് ചായക്കട എന്ന് വേണ്ടിയിട്ട്. ഫ്രോസൺ അല്ല പറാത്ത ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ ഒരു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നില്ല, പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഹലോ, ദിസ് വേ. അപ്പം നമുക്ക് ഈ ഫുഡ് കോർട്ടിലേക്ക് പോവാം. പിന്നെ അവിടെ കൃഷ്ണാസ് കിച്ചൺ, ചായക്കട, സാറാസ് ഇതൊക്കെ ഉണ്ട്. ചീസ് കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. കിംചി ഫ്രൈഡ് റൈസ് ഇത് കഴിക്കണം എന്നാണ്. ഒരു പ്രാവശ്യം കഴിക്കും, ടേസ്റ്റ് ചെയ്യും. ഒരെണ്ണം വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റില്ല, പല ആൾക്കാരെ വെച്ചിട്ട് കൂട്ടി കഴിക്കും. ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ചായക്കടയിലെ ജിഞ്ചർ ചായ അങ്ങനെ എത്തി. മധുര അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മധുര അങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ഇതാണ് കേട്ടോ കട, നമ്മുടെ കട ഇതാണ് കേട്ടോ, ചായക്കട. ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നതാട്ടോ ഞാൻ. ചിക്കൻ കൊത്തു പൊറോട്ടയാണ് കേട്ടോ അത്. ഈ സലാഡും ഉണ്ട് കൂടെ. കൊത്തു പൊറോട്ട ഇപ്പോഴുണ്ട്, കുറവുണ്ട്, ടേസ്റ്റ് ഉണ്ട്, മസാല കാണാനുണ്ട്.